റിയാലിറ്റി ഷോയിലൂടെ വന്ന മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ ചലച്ചിത്ര പിന്നണി ഗായികയാണ് അമൃത സുരേഷ്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയാണ് അമൃതയെ ചലച്ചിത്ര രംഗത്തേക്ക് എത്തിക്കുന്നത്. 2010 റിയാലിറ്റി ഷോയുടെ സ്പെഷ്യൽ ഗസ്റ്റായി വന്ന ചലച്ചിത്ര താരം ബാലയുമായി പ്രണയത്തിലായ ശേഷം വിവാഹം ചെയ്തു. സിനിമാ ലോകത്തുള്ള പ്രമുഖ താരങ്ങളെല്ലാം പങ്കെടുത്ത ആഘോഷ വിവാഹമായിരുന്നു അത്. എന്നാൽ 2016 ഇരുവരും വിവാഹമോചിതരായി. പിന്നീട് പിന്നണി ഗാനരംഗത്തും ആൽബങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും അമൃത സജീവമായി. സഹോദരി അഭിരാമി സുരേഷുമായി ചേർന്ന അമൃതം ഗമയ എന്ന സംഗീത ബാൻഡും നടത്തുന്നുണ്ട്. നിലവിൽ അമൃതയുടെ വ്യക്തിപരമായ ജീവിതം ഏറെ ചർച്ചയാകുന്നുണ്ട്. അടുത്തിടെ ബാല നടത്തിയ പരാമർശം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇതിന് തക്കതായ മറുപടി അമൃത നൽകുകയും ചെയ്തു. ഇപ്പോഴിതാ ഏതാനും നാളുകൾക്ക് മുൻപ് തന്റെ ജീവിതത്തെക്കുറിച്ച് അമൃത പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. എന്റെ പാഷൻ മ്യൂസിക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം, അല്ലെങ്കിൽ കരഞ്ഞെന്റെ ലൈഫ് തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാനൊരു തീരുമാനമെടുത്തു. എല്ലാവരും ചിന്തിക്കും പോലത്തെ ഡ്രീം ലൈഫ് ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ ദിവസമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം. ആ സ്വപ്ന ജീവിതത്തിൽ നിന്നും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് 0 ബാലൻസ് അക്കൗണ്ട്, മറ്റൊന്ന് 2 വയസ്സായ എൻ്റെ മകളും. ആദ്യമൊക്കെ മിണ്ടാതിരുന്നു. അപ്പോഴേക്കും മറ്റുള്ളവർ പറഞ്ഞത് അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നാണ്. പ്രതികരിച്ചപ്പോൾ ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞു. എന്ത് ചെയ്താലും കുറ്റം മാത്രമായിരുന്നു. ഞാനെന്നല്ല, എൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അവരുടെ മനസ്സിലെടുത്ത തീരുമാനമായാലും എല്ലാവരും നേരിടുന്നൊരു ചോദ്യം തന്നെയാണിത്. ഒന്നുകിൽ ഒന്നിനും കൊള്ളാത്തവൾ, അല്ലെങ്കിൽ ലോക അഹങ്കാരിയായ പെണ്ണ്. ഈ 2 പേരുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എന്നെ പിന്തുണച്ചത് ഫാമിലി ആയിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മുന്നോട്ടു പോയ ഒരുപാട് നാളുകളുണ്ടായിരുന്നു എന്നാണ് അമൃത സുരേഷ് പറഞ്ഞത്. ജീവിതം മാറിമറിഞ്ഞതിനെ കുറിച്ചും അമൃത പറഞ്ഞിരുന്നു. ഒരു സ്പെല്ലിംഗ് കറക്ഷനാണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറ്റിയത്. ആരാണ് ഞാനെന്ന ചോദ്യത്തിൽ ഫോക്കസ് ചെയ്തു. എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അതിജീവിച്ച് എൻ്റെ മകളെയും കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ശക്തയായ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിക്കരയുന്ന നാണക്കേടും ചമ്മലും മാത്രമുള്ള ഒരു അമൃത സുരേഷ് ഉണ്ടായിരുന്നു. അമൃതയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയ അമൃതയാണ്. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം, ഇനിയും ഉണ്ടാകാം. പക്ഷെ തെറ്റുകൾ ചെയ്തിട്ട് പരാജയമുണ്ടായാൽ അതൊരിക്കലും പരാജയമാകില്ല. പക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കി ശരിയാക്കാണ്ട് പരാജയം വരികയാണെങ്കിൽ അത് നമ്മുടെ പരാജയമായിരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും പഠിച്ചൊരു കാര്യമാണത്. അതാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നും അമൃത സുരേഷ് കൂട്ടിച്ചേർത്തു. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.